തന്നെയാണോ നമ്മൾ ഈ എടുത്ത ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നു, സക്സസ് ആവുന്നില്ല, അപ്പൊ വീണ്ടും നമുക്ക് ഈ എടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? അപ്പം അങ്ങനെ തന്നെയാണോ? അല്ല ഇപ്പം അത് ഫെയിലിയർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എഗെയിൻ നമ്മൾ ഈ ഹോൾ പ്രോസസ്സിൽ കൂടി പോകണം? എങ്ങനെയാണ് ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എഗ്ഗ് കിട്ടിയെന്നനുസരിച്ചിരിക്കും. നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നല്ലേ എഗ്ഗ് എടുക്കാൻ. ഇപ്പൊ നാച്ചുറലി ഒരു സ്ത്രീക്ക് ഒരു എഗ്ഗ് ഉണ്ടാവണം ഒരു മാസം. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തിനാ? ഒരു 10 മുതൽ 12 എഗ്ഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഈ 12 എഗ്സ് കിട്ടി അത് ഓരോന്നിലേക്ക് ഹസ്ബൻഡിന്റെ ബീജം നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10 എംബ്രിയോ വരും, ചിലപ്പോൾ 6 എംബ്രിയോ വരുള്ളൂ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ എഗ് ആൻഡ് സ്പേം. അപ്പോൾ ഇവർക്ക് നല്ല ക്വാളിറ്റി എഗ് ആണെങ്കിൽ 10 കിട്ടും, 10 എംബ്രിയോസ് കിട്ടും. അപ്പോൾ ഈ 10 എംബ്രിയോസ് കിട്ടിയാൽ നമ്മൾ ഒരു പ്രാവശ്യം വെക്കുമ്പോൾ 2 എംബ്രിയോ വെക്കുള്ളൂ, ബാക്കി അവർക്ക് 8 എംബ്രിയോ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സപ്പോസ് ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി ഈ 8 ഉണ്ടല്ലോ എഗെയിൻ 4 ടൈംസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ആദ്യത്തെ സക്സസ് ആയത് പ്രസവിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കുട്ടിക്ക് വേണ്ടി അവർക്ക് ഇതേ സെയിം തിങ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും നാളിത് നമുക്ക് പ്രിസർവ് ചെയ്ത് എത്ര കാലം വേണം? നമ്മൾ 5 years ആണ് നമ്മൾ എഗ്രിമെന്റിൽ എഴുതുന്നത്. 5 years അവർ നമ്മളിവിടെ പ്രിസർവ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും പ്രിസർവ് ചെയ്യാം. അവർ എമൗണ്ട് അടയ്ക്കണം. ഒരു 1500 rupees പെർ മന്ത് അടച്ചാൽ നമുക്കത് പിന്നെയും പ്രിസർവ് ചെയ്ത് വെക്കാം. ഐഡിയലി ഇത് എത്ര നാൾ വരെ ഇങ്ങനെ ഇരിക്കും? എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞൊരു ഇത് ഒഴിച്ച് കൊടുത്താൽ മാത്രമേ അത് വയബിൾ ആയിട്ട് അങ്ങോട്ട് പോവുള്ളൂ. എത്ര കാലം വേണമെങ്കിലും വെക്കാം. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.